ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആച്ചുട്ടുണ്ട് കേട്ടോ. ഇവിടെ ആച്ചുട്ടന് ഇന്ന് പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആച്ചുട്ടൻ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പനി മാത്രമേ ഉള്ളൂ, ജലദോഷം പോലും ഇല്ല. അപ്പോൾ കുറവുണ്ട് കേട്ടോ. ഗുളിക കൊടുത്തപ്പോൾ കുറവായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടില്ല. മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഡോക്ടറിനൊന്നും കാണിച്ചിട്ടില്ല. അല്ലേ ആച്ചുട്ടാ? കുറവായില്ലേ? ഡോക്ടറെ കാണിക്കാനല്ലോ. അവൻ്റെ അടുത്തേക്ക് രാവിലെ ഞാൻ ചോദിച്ചേ, കുറവ് രാവിലെ പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗുളിക കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പനി ഇങ്ങനെ കുറച്ചീശ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ, ഇപ്പോഴും പനിക്കുണ്ടല്ലോ ആച്ചുട്ടാ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആച്ചുട്ടൻ പറയണേ, നിന്നെ കൊണ്ട് ഓടേണ്ടി വരുമോന്ന്. ഓടേണ്ടി വരുമോ? അപ്പോൾ മറ്റൊരു രണ്ടാളും സ്കൂളിൽ പോയേക്കാണ്. ഈശമോളും കുഞ്ഞും സ്കൂളിൽ പോയിട്ടുണ്ട്. കുഞ്ഞുൻ്റെ കാലുമ്മത്തെ പൊള്ളൊക്കെ പൊട്ടിയിട്ടാ. ഇന്നലെ ബെഞ്ച് കൊണ്ടിട്ട് പൊട്ടിയിട്ട് കെട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, വേദന ഒന്നുമില്ല അത്ര. ഈ കണ്ടില്ലേ ഇപ്പോൾ പൊട്ടിയിട്ട് ടീച്ചർ കെട്ടി കൊടുത്തേക്കും. അപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കരഞ്ഞൊന്നുമില്ല അത്ര. ഈ ആണെങ്കിൽ കരയില്ലേ? അപ്പോൾ അങ്ങനെ കാരണം ഇഷമോൾക്ക് ഇവൻ പോവാത്തത് കൊണ്ട് ഇഷമോൾക്ക് നല്ല കുശുമ്പുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പെരടി വേദന ഉണ്ട്, കഴുത്ത് അങ്ങനെ ആക്കാൻ പറ്റണില്ല, എങ്ങനെ ആക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാ. പക്ഷെ സ്കൂളിലേക്ക് പോയി മടി പിടിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാം. ഞാൻ കൊണ്ടാക്കും അറിയാം. അപ്പം അങ്ങനെ കൊണ്ടാക്കി കൊടുത്തു കേട്ടാ. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോഴായിരുന്നു ആച്ചൂട്ടന് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ വിട്ടിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി പനി. കരയായിരുന്നു, പനിക്കുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ചിട്ട് തലവേദനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു അവിടെ വന്നിട്ട്. പിന്നെ ഗുളികയൊക്കെ കൊടുത്തപ്പോൾ കുറവായി. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ആ കുഞ്ഞാത്താർക്ക് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആച്ചൂട്ടന് ഇപ്പം അതാണ് പേടി. എന്താ പറയുക, നാളെ പോവാന്ന് വിചാരിച്ചേക്കുന്നത്. നാളെ സ്കൂൾ വിട്ട് വന്നിട്ട് ഉച്ചരിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എവിടേക്കും പോകാറില്ല. നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നതിന് ശേഷം എങ്ങോട്ടും പോയിട്ടില്ല. ഇവരെ വെച്ചാൽ കുറേ ദിവസമായി അത്തമ്മാടിക്ക് പോവാന്ന് പറയുന്നു. അപ്പോൾ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി പനി കുറവുണ്ടെങ്കിൽ പോവും. ഇനിയിപ്പോൾ പനി മാറിച്ചെങ്കിൽ പോവും, അല്ലെങ്കിൽ പോവില്ല കേട്ടോ. ഇനി അവിടെ കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതല്ലേ, ഇനിയിപ്പോൾ പനി പകർന്നാലോ, കുട്ടിക്കും പനിയാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്താണാവോ അവസ്ഥ അറിയില്ല. ഇതിപ്പോൾ കാലാവസ്ഥ ഒക്കെ മാറിയതിൻ്റെയാണ്. ഇപ്പോൾ കാലാവസ്ഥ ഒക്കെ മാറി, ഇപ്പോൾ നല്ല കാറ്റും ഇതൊക്കെ അല്ലേ, രാവിലെ മഞ്ഞും ഒക്കെ അല്ലേ. അപ്പം അതിൻ്റെയൊക്കെയാണ് കുട്ടികൾക്ക് വയ്യായ കേട്ടോ. ഓൻ്റെ കാലും മരിക്കല്ലേ, ചോക്ക് വേനുണ്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷം. ചാരല്ലേ അച്ചിട്ട് നല്ല കാണണ്ടേ. നീ ഇവിടെ ബാക്കിൽ നിന്നാ മതി. സുഖമില്ലായിക. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ്, ഇന്ന് രാവിലെ എണീച്ചിട്ട് ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കിയിട്ട് സാമ്പാറിൽ ഞാൻ ചായപ്പൊടിയൊക്കെ കൊണ്ടുപോയിട്ടാ. ഒരടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരടുപ്പത്ത് സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു. ചായ തിളച്ചപ്പോൾ എടുത്തിട്ട് ചായപ്പൊടി എടുത്തിട്ട് സാമ്പാറിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ ഇന്ന് രാവിലെ മുതലേ തുടങ്ങി. ഇന്ന് എന്തോ ഒരു പൊട്ടത്തരൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. പിന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ വെച്ചു, കുഞ്ഞുവിന് ചോറൊക്കെ കൊടുത്ത് വെച്ചു. പിന്നെ തിക്കും തിരക്കല്ലേ, രാവിലത്തെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല, ഭയങ്കര പണി. ഇപ്പോൾ കുഞ്ഞുവിനെ ട്യൂഷന് കൊണ്ടാക്കണേ. ആദ്യം ട്യൂഷന് കൊണ്ടാക്കണ്ടായിരുന്നു, സൈക്കിളുമ്പോൾ പോവുമായിരുന്നു. ഇപ്പോൾ ഇവരനെ മദ്രസയിൽ കൊണ്ടാക്കി വന്നിട്ട് അവന് ട്യൂഷന് വടക്കാഞ്ചേരി കൊണ്ടാക്കണം. അപ്പോൾ ഒരു ട്രിപ്പും കൂടി കൂടുതലായി എൻ്റെ വണ്ടിക്ക്. അപ്പോൾ അത് കാരണം പിന്നെ ആദ്യം 7:30 പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ 7 മണിയാകുമ്പോഴേക്കും ട്യൂഷൻ ക്ലാസ്സിലെത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. അത് കാരണം തന്നെ ഭയങ്കര തിരക്കാണ്. രാവിലെ വീഡിയോ പിടിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ 9 മണിയാകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് എൻ്റെ പണികളൊക്കെ കഴിയുക. അപ്പോൾ വീഡിയോ എടുക്കാൻ എങ്ങനെ നോക്കുമ്പോഴും രാവിലെ പറ്റണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു മഫ്തേനെ പറ്റി. ഞാൻ മഫ്ത കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സന്തോഷമായിട്ടാണ് കേട്ടപ്പോൾ. വെറുതെ ഒന്ന് കുത്തി നോക്കിയതാ ഭംഗി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
അപ്പോൾ എന്താണെങ്കിലും താത്താടിക്ക് പോകണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ തിന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. അവരോട് ഇന്നലെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കാണുന്ന വീട്ടിൽ കേട്ടോ, കാണാണ്ട വീട്, അവരുടെ ബാക്ക് വശം അത്. അവരുടെ വീട്ടിൽ ഇന്നലെ വിരുന്നേരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവരോട് രാത്രി വിരുന്നേര് വന്നത്. അപ്പോൾ രാത്രി തന്നപ്പോൾ ഞങ്ങളുടെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് രാവിലെ ചൂടാക്കിയിട്ട് കഴിച്ചൂല വെച്ചിട്ടാ. പനിക്കാരൻ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കിയില്ലേ. ബിരിയാണി കണ്ടപ്പോൾ അവനും കഴിച്ചിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല. കുറച്ച് കഴിച്ചിട്ടുള്ളൂ അച്ചോട്ടെ. അച്ചോ ഇതെപ്പോഴും പറയും കേട്ടോ, അച്ചോന്ന്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ വരാം. നമ്മുടെ വിശേഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നാളെ വരാം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ബൈ.